ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നമുക്കായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നമുക്കായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. കലുഷതയകറ്റി കണ്ണുനി തുടപ്പി ഉത്സുകരായിരിക്കും. കലുഷതയകറ്റി കണ്ണുനി തുടപ്പി ഉത്സുകരായിരിക്കും. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിക്കും കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെല്ലാവരും വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണെന്നറിയാം.
we all are really tired. And the only question that is in our mind now is how and when we can go back. Well, actually, the program sheet, it's up to 9 o'clock. And another cut short early akanite, we are trying our level best. In the main session, sessions of concluding. Back speakers. Back speakers. Check. 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 Yeah. Now it's open. I know very well that we all are tired. We are just waiting to complete all the sessions and go back. So we have only one main session remaining. After that, will be a concluding session. And according to our initial plan, it is up to 9 o'clock. But we are planning to reduce the timing of the sessions, and we will be able to disperse as early as we can. So it is our humble request that all of you remain until all the programs are completed. So far you were taking trouble to be with us, and please don't leave in between now. Even our children are also a bit irritated. They want to go back, but somehow please manage them and bear with us and be with us until all the programs are completed. Programs ellam തീരുന്നത് വരെ ദയവായിട്ട് നിങ്ങൾ സഹകരിക്കുകയും ഒന്നിച്ച് നമുക്ക് പിരിഞ്ഞു പോകാൻ ഇടയാകുകയും ചെയ്യണം. Today's dinner will be served as packet. അതുകൊണ്ട് ഡിന്നർ കഴിക്കാനായിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയില്ല. Immediately after the sessions are over, നമുക്ക് ഒന്നിച്ചൊന്ന് മീറ്റ് ചെയ്ത് എല്ലാവരും കണ്ട് യാത്ര പറഞ്ഞ് പിരിയുവാൻ കഴിയും. You can take your packets along with you. Either you can eat there, or you can eat in your vehicle, or you can eat at home. So we will save some time in that respect. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ഈ സെഷൻസ് തീരുന്നത് വരെ ഉണ്ടാകണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇതുവരെയുള്ള ക്ഷമയ്ക്കും സഹകരണത്തിനും നന്ദി പറയുന്നു. We are really grateful for your patience and your company until now, and we request you to continue it until all the sessions are completed. ഒരു കാറിന്റെ കീ ലഭിച്ചിട്ടുണ്ട്. I got a key. It is it's a Toyota car. If you don't want the key, please tell me which car it is. Just getting the key is no benefit at all. Okay? During our concluding session, there is half an hour time for reflection, which means one member from each participant assembly can take 3 to 4 minutes to represent the assembly and just reflect how the meeting or the conference was beneficial to you. So we request all the assemblies to depute one person to represent assembly and make use of the time. You can take 3 to 4 minutes, and just in few words you can explain how this conference was beneficial to you. So we urge each assembly to participate in that and share your feeling and share your blessing with us. That be an encouragement for all of us. So that will be the time that we have for reflection, and we will just announce the name of the assembly. We will not call anybody. So one person from the assembly should be prepared to come over and utilize the time that is given for you. Can I have some volunteers from our assembly from the back? Please come forward.
The notes of today's first session, John Korean uncle was taking the session handling conflicts. No, I was told that somebody didn't get yesterday's notes. If you didn't get yesterday's notes, just notify that to the volunteers. They will see if the printout is there. They will give you also. Do you have copies of yesterday's? No, one second. The notes will be given to brothers and sisters. Only for brothers and sisters, there's no need of giving for teens. There are more copies with me. People at the back. This is the notes of the first session today. Has everyone got this notes? Because I'm going to start with the next one. Model Christian family. The last session that we had.
Brother Nitin, can you come forward and lead us in prayer as we start with the next session? Brother Nitin. Shall we all stand up? आइए हम प्रार्थना करेंगे। हे हमारे स्वर्गीय राजमान, हमसे असीम प्रेम करने वाले एकमात्र जीवते सामर्थी परमेश्वर पिता, हम आपकी महिमा करते हैं, आपको धन्यवाद देते हैं प्रभु जी कि बीते 2 दिन प्रभु जी आपने हमारी हर एक बात में प्रभु जी आपकी आशीष रही है, इसलिए हम आपको धन्यवाद देते हैं पिता। प्रभु जी हम शारीरिक रूप से थके हैं, लेकिन आत्मिक रूप से जो बलवंत होते जा रहे हैं पिता आपको वचनों के द्वारा, इसके लिए हम आपको धन्यवाद देते हैं प्रभु जी। आपकी जो महान प्रेम है पिता, आपके वचन के द्वारा और भी सीखने के लिए जो आप हमें मदद कर रहे हो, इसलिए हम आपको धन्यवाद देते हैं प्रभु जी। हम जानते हैं प्रभु जी हम कोई भी इस लायक नहीं थे प्रभु जी, आपके प्रेम को, आपके महान प्लानिंग्स को हमने अपने जीवन में समझा नहीं था प्रभु जी, लेकिन इन सेशनों के द्वारा प्रभु जी, इस मीटिंग के द्वारा इन सब बातों को अच्छी से समझने के लिए प्रभु जी जो आपने हमारी मदद कर रहे हो, इसलिए मैं आपको धन्यवाद देता हूं प्रभु जी। हमें ताकत देना पिता, आगे के सेशंस को भी पूरे ध्यान के साथ सुनने के लिए, समझने के लिए, उसको अपने प्रैक्टिकल लाइफ में लागू करने के लिए प्रभु जी हम सबों की मदद करना मैं आपसे विनती करते हैं प्रभु जी। किसी को भी किसी प्रकार की तकलीफ ना होकर प्रभु जी पूरे आत्मिकता में भरकर प्रभु जी यहाँ से जाने के लिए सबों की मदद करना हम आपसे विनती करते हैं पिता परमेश्वर, आपने हमें परिवार के रूप में इस प्रदेश में जोड़ा प्रभु जी, उससे बढ़कर प्रभु जी जो कलीसियाओं के रूप में जोड़ा पिता, होने दीजिए कि इस मीटिंग के खत्म होने से पहले पिता हम सब प्रभु जी हमारी जो कलीसियाओं के इसमें जो जोड़ है पिता और भी बलवंत होने के लिए पिता मदद करना हम आपसे विनती करते हैं। आप हमारी प्रार्थनाओं को ध्यान दे के सुन रहे हो, इसलिए हम आपको धन्यवाद दें, और आपका दोबारा आगमन अति शीघ्र होने वाला है, इसलिए हम आपको धन्यवाद देते हुए छोटी सी विनती को प्रभु यीशु मसीह के सबसे ऊंचे और सबसे पावन नाम में मांगते हैं, सुनो ग्रहण करना पिताजी, आमीन। You may be seated. Now we'll go to the next session. I request Brother George Koshy to come forward. And Brother Thomas Matthew Sanichan will translate into English. Brother George Koshy will be speaking, taking the session. നമ്മുടെ മിനി മാരത്തൺ ഫാമിലി കോൺഫറൻസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. We have come to the closing session of our mini marathon family conference Kuwait 2017. ഈ ഘട്ടത്തിൽ നന്ദി വാചകമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to say a few words as gratitude. ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിനു വേണ്ടി കുടുംബമായി വന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ച CBAK യോട് നന്ദി അറിയിക്കുന്നു. I express my gratitude to CBAK Assembly who invited us as a family to come and participate in this conference. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇവിടെ വരുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ പിന്തുണ നൽകിയ കുവൈറ്റിലെ ദൈവജനത്തോട് നന്ദി അറിയിക്കുന്നു. We are thankful to the believers in Kuwait who upholded us in prayer so that we could come over and minister even though we had a lot of problems back at home. മൊഴിമാറ്റം നടത്തിയ എൻ്റെ കൗമാരകാല സുഹൃത്ത് സണ്ണിയോടുള്ള നന്ദി അറിയിക്കുന്നു. That is what he said. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ പ്രിയ സഹോദരന്മാരോടുള്ള നന്ദിയും വളരെ മനോഹരമായ ഗാന പശ്ചാത്തലം ഒരുക്കിയ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. I also express my gratitude to those who have given the technical support as well as people who helped us with good singing. ഇന്നലെയും ഇന്നും എടുത്ത ക്ലാസ്സുകളെ ആസ്പദമാക്കി മറുപടി പറയാൻ വേണ്ടി നിരവധി ചോദ്യങ്ങൾ എൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. I have received so many questions related to our previous classes which need to be answered. അതിൽ ചിലതൊക്കെ ഇന്നത്തെ സെഷനിൽ കൈകാര്യം ചെയ്യാം എന്ന് കരുതുന്നു. I think a few of those questions can be handled during the course of the section. പറയുവാൻ കഴിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ വാസ്തവമായി അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ അടുത്ത ആഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ട്, വ്യക്തിപരമായി കണ്ട് ആ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.
If we are not able to address any of your questions which are already deposited, you can contact us during the coming days, because that topic may not be directly relevant to the topic. That's why we did not address that now. വളരെ ലളിതമെന്ന് പരിഗണിക്കാവുന്ന അപ്പോൾ തന്നെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അടുത്ത ചില മിനിറ്റുകൾ നാം ഒരുമിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. During the coming minutes, we will be discussing a very prominent, crucial topic which seems to be very simple. വർത്തമാനം പറയുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. Our topic is communication, talking each other. വർത്തമാനം പറയുന്നതിൽ ഇത്ര എന്ത് പഠിക്കാനിരിക്കുന്നു, ഞങ്ങളൊക്കെ എത്ര പറഞ്ഞിരിക്കുന്നു എന്നായിരിക്കും സ്വാഭാവികമാണ് നമ്മുടെ ചിന്ത. You may be thinking that what is there to learn more about that? We are always involved in that. എന്നാൽ അതൊരു വലിയ കലയാണ് എന്നുള്ളതാണ് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന കാര്യം. But we are going to see it as a great art. ഇവിടെ ഒരു ചിത്രം നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണാം. You can see a picture on the screen. ഒരു വശത്ത് 4 കിളികൾ, മറുവശത്ത് 4 കിളികൾ. At one side there are 4 birds, and other side also there are 4 birds. ഇതിൽ ഒരു വശത്തിരിക്കുന്ന കിളികൾ ഭർത്താക്കന്മാരാണ്, മറുവശത്തിരിക്കുന്ന കിളികൾ ഭാര്യമാരാണ്. So I would say the birds which are on left side will be. No, I didn't say left side. I purposefully said that. I know that you didn't say that. No, 4 birds on one side are husbands, and 4 birds on the other side are wives. ഇതിൽ ഏതാണ് സ്ത്രീകൾ, ഭാര്യമാർ എന്നുള്ളതാണ് നിങ്ങളോടുള്ള എന്റെ ചോദ്യം. So what I said, you have to say. ചുണ്ട് തുറന്നിരിക്കുന്നവരാണോ ചുണ്ട് അടച്ചിരിക്കുന്നവരാണോ ഭാര്യമാർ? Whom do you think that are wives? Those who have closed the. ചുണ്ട് തുറന്നിരിക്കുന്നവരാണ് ഭാര്യമാർ. എല്ലാവരും യോജിക്കുന്നോ? എന്താ അങ്ങനെ പറയാൻ കാര്യം? സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ട്. The suggestion is those birds who have open beaks are wives, because we have a notion that ladies are more talkative than gents. ശാസ്ത്രീയമായ പഠനങ്ങളും അതിന് അടിവരയിടുന്നതാണ്. Even scientific researchers also underlined that notion. ഒരു ശരാശരി പുരുഷൻ ഒരു ദിവസം 7000 വാക്കുകൾ സംസാരിക്കുമ്പോൾ ഒരു ശരാശരി സ്ത്രീ ഒരു ദിവസം 20000 വാക്കുകൾ പറയുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. It is calculated that if an average man speaks 7,000 words a day, an average woman would speak 20,000 words a day. എന്ന് വെച്ചാൽ പുരുഷന്മാർ പറയുന്നതിൽ ഏകദേശം 3 ഇരട്ടി സംസാരം സ്ത്രീകളുടെ ഭാഗത്തുണ്ടാവും. So that means from the ladies side there will be 3 times more than what the men speak. അതിന്റെ കാരണവും ശാസ്ത്രീയമായി അപഗ്രഥിക്കപ്പെട്ടിട്ടുണ്ട്. The reason for that also is being researched. സ്ത്രീകളുടെ ബ്രെയിനിൽ there is higher level of language protein called FOXP2. ഈ സ്ത്രീകളുടെ മസ്തിഷ്കത്തിൽ ഈ ഭാഷയുടെ പ്രയോഗം വരുന്ന ഒരുപാട് പ്രോട്ടീൻ കൂടുതലായിട്ട് ദൈവം നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ കാരണം. FOXP2 എന്ന ആ പ്രോട്ടീൻ അല്ലേ? അത് ആ ലാംഗ്വേജ് പ്രോട്ടീൻ കൂടുതലായി സ്ത്രീകളുടെ തലച്ചോറിൽ ഉള്ളത് കൊണ്ടാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. Since they have that language protein more in their brain, they automatically speak more. അപ്പോൾ ഒരു സഹോദരി ഇത് കഴിഞ്ഞിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്താ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് അറിയാമോ, ഞങ്ങളുടെ തലച്ചോറിൽ FOXP2 കൂടുതലുണ്ട് എന്നുള്ള അതുകൊണ്ടാണെന്ന് പറഞ്ഞു. After such a class, one sister told her husband that the reason why we speak more, because in our brain we have more FOXP2. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, എന്താ പറഞ്ഞേ? ഫോക്സ് എന്താ പറഞ്ഞേ? And the husband was asking, what is that fox? What is something like that? അപ്പോൾ ഭാര്യ പറഞ്ഞു, FOXP2 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞു. And wife was clarifying it as there is a protein called the FOXP2, and that is there more in our brain. അപ്പോൾ വീണ്ടും ഭർത്താവ്, എന്താ ഈ FOXP2 എന്ന് പറയുന്ന സാധനം, എന്താ ഇതിന്റെ കാര്യം എന്താണ്? And the husband asked her, what do you mean by that? What is it actually, this FOXP2? ഇത് തന്നെ പറഞ്ഞത്, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ 3 പ്രാവശ്യം പറയണം. And she said, this is the reason, because if I want to say something, I need to say 3 times, and that's why we are made to speak more. ഒന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. If you say one time, we understand. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം how to improve the communication with your spouse എന്നുള്ളതാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയോട് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ഒരു ഭവന നിർമ്മാണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ആശയവിനിമയം എന്നുള്ളത്.
communication is one of the main ingredient of a house construction or a building block of a family. ഫലപ്രദമായ ആശയവിനിമയത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. We are speaking about profitable or effective communication. എന്തുകൊണ്ട് ഭവനങ്ങളിൽ ഫലപ്രദമായ ആശയവിനിമയം നടക്കണം? Why is it necessary that there should be effective communication in the family? ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൽ ഒരു സംഘടനയിലാകട്ടെ എവിടെയുമാകട്ടെ 75% സമയം അല്ലെങ്കിൽ അവസരങ്ങൾ ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. The reason is that 70% of time is being used for communication in a family. ആശയവിനിമയം നിരന്തരം നടത്തിയില്ലെങ്കിൽ പരസ്പരം നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. If we are not communicating properly, we will not be able to know each other properly. 27 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. It is 27 years since we got married. ഇപ്പോഴും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. Still now we are knowing each other. മൂന്നാമതൊരു കാരണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിജയത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. The third reason is that effective communication is an imperative factor for success. നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന 70% പ്രശ്നങ്ങൾക്കും മൂലകാരണമെന്ന് പറയുന്നത് poor communication ആണ്. And the fourth reason is that the very reason for the problems, 70% of our problems is due to lack of proper communication or poor communication. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. It need not be explained further, you really understand well. മാത്രമല്ല, poor communication result in poor performance. വളരെ മോശമായ ആശയവിനിമയം അല്ലെങ്കിൽ ആവശ്യമായ ആശയവിനിമയം നടത്തിയില്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ആശയവിനിമയം എന്ന കലയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ആർട്ട്. ആശയവിനിമയം എന്ന് പറയുന്ന ഒരു കലയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണ്, ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് meaningfully from one person to another by speaking, writing, signals or behavior. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ആശയങ്ങൾ, ചിന്ത, അറിവ്, മനോഭാവം, ഇതൊക്കെ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഫലപ്രദമായി അടുത്ത വ്യക്തിയിൽ എത്തിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന കല. ഞാൻ ഇംഗ്ലീഷ് മലയാളം പറഞ്ഞുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നുമാണ് അതിന്റെ ഉൽപ്പത്തി, അതിന്റെ എറ്റിമോളജി. We can know that the etymology says that this communication, the word communication comes from 2 Latin words. ഒന്നാമത്തെ വാക്ക് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ്. The first word is communist. To make common, പരസ്യമാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. That means something making public or something common. എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കോണം ഞാൻ കൈമാറുന്നു, അതാണ് കമ്മ്യൂണിസ്റ്റ്. Communist means I am handing over something that is in my heart or mind to others in an understandable way. രണ്ടാമത്തെ ലാറ്റിൻ പദം കമ്മ്യൂണിക്കേർ, which അതിന്റെ അർത്ഥം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. And the second Latin word is communicare, that means sharing. ഈ 2 വാക്കുകളിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദം ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന വാക്ക് അതിന്റെ ഉൽപ്പത്തി. The English word communication comes from these 2 Latin words. ആശയവിനിമയത്തിന് അടിസ്ഥാനപരമായി 4 ഘട്ടങ്ങളുണ്ട്. We can see that there are basically 4 phases in communication. ഇപ്പോ ഈ ഒരു ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഒരു ക്ലാസ് എടുക്കണം അതിന്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടു. For example, I've been asked to take a class in a conference. അപ്പോ ഞാൻ എന്ത് ചെയ്യും? What shall I do? ഞാൻ എന്റെ മനസ്സിൽ ആശയങ്ങൾ രൂപവൽക്കരിക്കും. I will compare ideas in my heart. എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള ചിന്തകൾ, ആശയങ്ങൾ എല്ലാം എന്റെ മനസ്സിൽ ക്രോഡീകരിക്കും. I'll keep on accumulating ideas as to what I need to communicate or what I need to teach. അത് എന്റെ മനസ്സിൽ ഇപ്പോൾ ആശയമുണ്ട്. മനസ്സ് ഇവിടെ അല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുകയാണ്. മനസ്സിൽ ഇപ്പോൾ ആശയങ്ങളുണ്ട്. I have those ideas in my mind now. ഇനി അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? രണ്ടാമത്തെ ഘട്ടം. What is the next stage? അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. That is what I do now. എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഞാൻ എന്റെ വാക്കുകൾ കൂടെ പ്രകടിപ്പിക്കുന്നു. The ideas that I have stored in my mind is expressed through my words. അത് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. That is the second phase of communication. ഇവിടെ ഒരു ചോദ്യം. Here there is a question. എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ എല്ലാം എനിക്ക് എന്റെ വാക്കുകൾ കൂടെ പ്രകടിപ്പിക്കാൻ കഴിയുമോ?
am I able to express all the ideas that I have in my mind be done through my words? ഒരിക്കലും സാധിക്കില്ല. I can never do that. സമയത്തിന്റെ പരിമിതി മൂലം There is time limitation. പ്രഗത്ഭരായ നിരവധി വ്യക്തികൾ ഇവിടെ മുൻപിൽ ഇരിക്കുന്നു. അവരെ കാണുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സഭാകമ്പം. Well-known prominent persons are seated in front of me, so I have a little bit of stage fright. അപ്പൊ ഇതുപോലെയുള്ള പല കാരണങ്ങളാൽ എന്റെ മനസ്സിലുള്ള ആശയങ്ങളെല്ലാം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. Therefore, because of various reasons, it is impossible that I can communicate all the ideas that I have in my mind. അപ്പൊ ഒന്നാം സ്റ്റേജിൽ നിന്നും രണ്ടാം സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ കുറെ ചോർന്നു പോയി. That means from it came to second stage, from first stage, a part of that has been lost. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഏതാ? What is the third stage? ഏതാണ് മൂന്നാമത്തെ സ്റ്റേജ്? കമോൺ ഒന്ന് പറഞ്ഞു. Third ഏതാ stage. മൂന്നാമത്തെ സ്റ്റേജ്? ആശയവിനിമയത്തിലെ 1-2 സ്റ്റേജ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? അതാണിപ്പോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. That's what you do. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. You are listening. That is the third stage. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Are you listening all that I'm telling you? സഹോദരി ഇപ്പൊ എന്താ കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും മോനാണെന്ന് തോന്നുന്നു അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ല. One sister is holding her child there, so she cannot attend to what ഫോട്ടോ all things എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ കേൾക്കാൻ സാധിക്കില്ല. that he can see it later because it is recording. അപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ സ്റ്റേജിൽ അഥവാ കേൾക്കുന്നു എന്നുള്ള അവിടേക്ക് എത്തുന്നില്ല. So what all is being told is not reaching out to the listeners. ചിലപ്പോൾ സംഘാടകരായിട്ടുള്ളവര് ഇതിനിടയ്ക്ക് അവിടെ ചായ എല്ലാവർക്കും കൊടുക്കാനുണ്ടോ, അത്താഴം തികയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വരുന്നതുകൊണ്ട് അവർക്കെല്ലാം കേൾക്കാൻ സാധിച്ചൊന്നും വരികയില്ല. Even the organizers have a lot of tensions about other things and they may not be able to grasp all that has been told here. അപ്പൊ വീണ്ടും ചോർച്ചയുണ്ടായി. Again a part is being lost. ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതെല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. I was not able to speak out what I was supposed to speak. പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ല. You did not listen all that I said. ഇനി നാലാമത്തെ സ്റ്റേജ് എന്താ? What is the fourth stage? നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആശയം കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. That is, you understand what you heard. കേട്ടതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമോ? Did you understand what all things are you are hearing? ഒരിക്കൽ ഞാൻ കുന്നംകുളത്തപ്പുറത്തുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു വീടാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ അവിടെയുള്ള ചില സഹോദരന്മാർ, അവിടെ നമ്മുടെ സഭയിലെ ചില ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരിക. Once I visited a house in Kundangulam. As I was entering the house, few brothers from that assembly, they were leaving that house. അപ്പൊ അവര് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് പറയാണ്, താങ്കൾ ചേരാണല്ലേ ഞങ്ങൾ പാമ്പാണ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കേ, താങ്കൾ ചേരാണല്ലേ ഞങ്ങൾ പാമ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടി നിൽക്കുക, എന്താ ഈ പറയുന്നത്? താങ്കൾ ചേരയാണല്ലേ ഞങ്ങൾ പാമ്പാണ് എന്നാണ് ഇവർ, അതാണ് എന്റെ മനസ്സിൽ കേൾക്കുന്നത്. That is the slang there. Okay. അപ്പോ പക്ഷെ സത്യത്തിൽ അവരെന്താ പറഞ്ഞെന്നറിയാമോ? അവർ പറഞ്ഞത് താങ്കൾ ഇങ്ങോട്ട് ചേരുകയാണല്ലേ ഞങ്ങൾ പോകാൻ പോവുകയാണ്, ഇതാണ് പറഞ്ഞത്. What they said is that you are joining here but we are leaving. That's what they said in their Malayalam slang. ഞാൻ കേട്ടോ, അവർ പറഞ്ഞത് ഞാൻ കേട്ടോ. Did I hear what they said? എനിക്ക് വല്ലതും മനസ്സിലായോ? Did I understand anything? അപ്പോ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. No, we did not understand all that we hear. അപ്പൊ വീണ്ടും ചോർച്ച. Again a part is lost. ചിന്തിച്ചതെല്ലാം പറഞ്ഞില്ല. I did not say all that I was thinking. പറഞ്ഞതെല്ലാം കേട്ടില്ല. You did not listen all that has been spoken. മനസ്സിലാക്കിയില്ല. You did not understand all that has been spoken. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്നും നാലാമത്തെ സ്റ്റേജിൽ എത്ര ശതമാനം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും? So question is, how much percentage has reached to the fourth level from the first level? എത്ര ശതമാനം എത്തിയിട്ടുണ്ടാവും? പറഞ്ഞേ ബിനു, എത്ര ശതമാനം എത്തിയിട്ടുണ്ടാവും? You can suggest how much percentage it might have reached at fourth. 25 എന്നാണ് ബിനു പറയുന്നത്. ഇനി അതർ ആൻസർ 25%. ഓക്കെ, ഞാൻ എന്റെ സമയം പരിമിതമായിട്ട് ഞാനങ്ങ് പറയാം. ഏറ്റവും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ ബിഹേവിയർ സയന്റിസ്റ്റ് പറയുന്ന മാക്സിമം 30% എന്നാണ്. If the communication is maximum effective according to behavior scientists, the communication will happen up to 30%. ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതിന്റെ 30% ആ വ്യക്തിക്ക് കേൾവിക്കാരന് മനസ്സിലാവുന്നുള്ളൂ. Even if the communication is most effective, the listener would understand only 30%
of what the speaker intended to speak. അപ്പോ സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സംസാരിക്കുന്നതിൽ എത്ര ശതമാനം അവിടെ എത്താറുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പക്ഷേ 7%, 6%, 8% ഇത്രയൊക്കെ ഉള്ളൂ. So you can imagine how much percentage we communicate each other in families when husband and wife talk together. It can be maximum of 7 or 8%. രാവിലെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭാര്യയോട് പറഞ്ഞു പോയി, വൈകിട്ട് അത് ചെയ്തില്ലെങ്കിൽ കുറ്റം ആരുടെയാ? ഭാര്യയുടേതല്ല. ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതിരുന്ന ഭർത്താവിന്റെയും ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഭാര്യയുടെയും കുറ്റമുണ്ടല്ലോ. In the morning before going to office, husband has assigned a job to wife, and when he came back in the evening, wife did not do that. The actual problem is not that she was not willing to do it, but there was a problem in the communication. Communication എന്ന് പറയുന്ന ആ ചക്രത്തിലെ 5 ഘടകങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. I would like to emphasize 5 factors in the communication process. ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേറ്റർ, പറയുന്ന ഒരാൾ. ഇപ്പൊ ഇവിടെ ഞങ്ങളാണ് കമ്മ്യൂണിക്കേറ്ററുടെ റോളിൽ നിൽക്കുന്നത്. First of all, communicator. We are standing on the communicator's role, the one who conveys the message. രണ്ടാമത്തെ കൂട്ടർ റിസീവേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ റിസീവേഴ്സ് ആണ്, കേൾവിക്കാരാണ്. Second category is receivers, those who listen what is being communicated. രാഷ്ട്രീയക്കാർക്കൊന്നും കേൾവിക്കാരില്ലെങ്കിലും പ്രസംഗിക്കാൻ അറിയാം, പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. എന്തായാലും ഈ ചക്രത്തിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് you need to have a message, പറയാനൊരു സന്ദേശം വേണം. And thirdly, there should be a message to communicate. നാലാമത്തെ ആ ഘടകം എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്, ഒരു മാധ്യമം. ഇപ്പോൾ ഞങ്ങൾ പ്രസംഗം, വിഷ്വൽ, അങ്ങനെയുള്ള പല ദൃശ്യമാധ്യമവും പല മാധ്യമങ്ങൾ കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. And the fourth thing is a medium to communicate the idea. സാധാരണ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഇത്രയുണ്ടെങ്കിൽ ആശയവിനിമയം നടന്നു എന്നാണ്. Normally we think that if we are this much, we have communicated. പറയുന്ന ഞാൻ ഇവിടെ ഉണ്ട്, കേൾക്കുന്ന നിങ്ങൾ അവിടെ ഉണ്ട്, എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്, പറയാൻ ഒരു മാധ്യമമുണ്ട്, പറഞ്ഞു തീർന്നു. You feel that the communicator is here, the receiver is there, there is a language to communicate, and there was a medium to, there is a message to communicate, so you feel that the communication is complete. അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിന്റെ തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ജനലേക്കൂടെ ട്രാക്ട് വലിച്ചെറിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും മാസികയില്, കേരളം മുഴുവൻ സുവിശേഷി, ബാക്കി എങ്ങനെ സുവിശേഷി കരിച്ചു അല്ലേ എന്ന് പറയാറുള്ളത്. That's why sometimes from Trivandrum to Kasaragod we travel by train, throwing out tracts to outside, and we claim that we have evangelized the whole Kerala. അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. There actually the communication did not happen. ആ ചക്രം പൂർത്തിയായിട്ടില്ല. That cycle is not complete. അവസാനം ഒരു ഘടകം കൂടെ ഉണ്ട്, അത് ഫീഡ്ബാക്ക് ആണ്. And there is one more factor, that is feedback. ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കും, അതിൽ നിന്നും ഫീഡ്ബാക്ക് കിട്ടുകയാണ്. As we stand here and talk, from your facial expression as well as the answers that we get, we are getting a feedback how much you are able to contain. നമ്മുടെ കുടുംബത്തിലെ ആശയവിനിമയത്തിലും ഫീഡ്ബാക്ക് കിട്ടാൻ നാം തയ്യാറാകണം. ഭർത്താവ് ഭാര്യയോടോ, ഭാര്യ ഭർത്താവിനോടോ കാര്യങ്ങൾ പറഞ്ഞു പോയി, അങ്ങനെയല്ല, പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് അവരിൽ നിന്നും തിരിച്ചു മനസ്സിലാക്കുവാൻ നാം തയ്യാറാകണം. Even in our family communication, there should be a process of getting feedback, not just that we say and leave, rather we need to check whether what we told is understood by the people by getting a feedback. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് സഹായകരമായി തീരുന്നത്? How can communication be helpful for a family? കുടുംബത്തിലെ അംഗങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ആ താല്പര്യങ്ങൾ ഒക്കെ പങ്കുവെക്കുവാൻ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടിയിരിക്കുന്നു. There should be communication, not to share the need, the ideas of members of the family. ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതും പ്രകടിപ്പിക്കാൻ ഒരു വേദി, അത് കമ്മ്യൂണിക്കേഷൻ കൂടെയാണ് നടക്കുന്നത്. There can be conflict in opinions, even there should be communication in order to express that too. കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പക്ഷേ അപരിഹാര്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. There are problems which we think cannot be resolved, can be resolved by communication. കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ നാം തയ്യാറാകണം. Whether be at in family or in society or in church, there should be communication between each other to resolve issues. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ദിനംതോറും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. If we look to the community of family, we see that the problems in the family are increasing day by day. കേരളത്തിൽ വിവാഹമോചനത്തിന്റെ നിരക്ക് വളരെയധികം വർദ്ധിക്കുകയാണ്. We know that divorce rate in Kerala is increasing. 80കളിൽ 1000-1 വിവാഹമായിരുന്നു മോചനത്തിലേക്ക് എത്തുമായിരുന്നുവെങ്കിൽ ഇന്ന് 70-1 വിവാഹമോചനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
if there was only 1 out of 1,000 divorce in the 80s, now it has mounted to 1 out of 70. 350% ഇൻക്രീസ് ആണ് കഴിഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുള്ളത്. We can know that more than 350% increase has happened now. അതിന് വലിയ ഗുരുതരമായ കാരണമൊന്നും വേണ്ട, നിസ്സാര കാരണങ്ങളിലാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നത്. There won't be any serious issues for divorce. Even for petty issues, they prefer to get divorced. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ഭർത്താവ് കുളിച്ചില്ല, ഭാര്യയ്ക്ക് വിവാഹമോചനം തീർന്നു. There was a news that came in the periodical saying that since husband was not willing to take bath, wife asked for divorce. ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഭാര്യ കൂടുതലായിട്ട് ഈ സീരിയലിന്റെ മുന്നിലിരിക്കുന്നു, വിവാഹമോചനത്തിലേക്ക് എത്തുകയാണ്. In some cases, wife is more interested in serials in the TV, and that ends up in divorce. ഇതൊരു വലിയ പ്രശ്നമാകട്ടോ. പലയിടത്തും കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും ഇരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാതാണ് സീരിയലിന്റെ മുന്നിൽ ഇരുന്ന് പോകുന്നത്. This is a serious issue back in Kerala and in everywhere, that when they do something, even feeding the child, they did not know what they do because their attention is completely on serials. വിവാഹമോചനത്തിന്റെ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ ആശയവിനിമയം ശരിയായിട്ടില്ലാത്ത ആ അവസ്ഥ ഒരു ഗുരുതരമായ പ്രശ്നമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. If we study various aspects of divorce, we can know that lack of proper communication is one of the main reasons for that. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയാത്തതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. We are not able to understand each other because what we ought to say is not being told in the way it ought to be. അത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി തീരുന്നു. That brings about misunderstanding. ജീവിതം ദുരിതമായി തീരുന്നു. And life become a miserable thing. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്, അതിന്റെ വിശദാംശങ്ങളെ കടക്കുന്നില്ല. അദ്ദേഹം ഒരു ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. I know a family, the head of family was involved in spiritual activities. ഒട്ടുമിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിന് വൈകിട്ട് മീറ്റിങ്ങുകളുണ്ട്, ഏതെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ട്, അതിന് അദ്ദേഹം പോകുന്ന വ്യക്തിയാണ്. Most of the days during the evening time he has engagements in various meetings and he'll be out for that. ഭാര്യ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ച് താൻ വീട്ടിലെത്തും. Wife is a working woman. After the meeting, after the job, she would come back by the evening. അതുവരെ വിവാഹത്തിന് മുമ്പ് വരെയുള്ള ആ സ്ത്രീയുടെ പെൺകുട്ടിയുടെ രീതി എന്ന് പറയുന്നത് അന്ന് പകൽ നടന്ന എല്ലാ കാര്യങ്ങളും പിതാവിനോട് മാതാപിതാക്കളോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. That girl had a habit of explaining all that happens during the hours of the day to her parents before marriage. അതുപോലെ കല്യാണം കഴിഞ്ഞു വന്നപ്പോഴും ഭർത്താവിനോട് അന്ന് പകൽ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി താൻ തയ്യാറാവുകയാണ്. And she is getting ready to explain all that happened during the day to her husband that evening. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുക, അദ്ദേഹം മീറ്റിംഗിന് പോകാൻ വേണ്ടി ഫൈനൽ നോട്ട്സ് ഒക്കെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. And what the husband was doing, he was preparing his final notes for the meeting. അപ്പോൾ അദ്ദേഹം പറയും, ഒന്നും മിണ്ടായിരിക്കും, നമുക്ക് പിന്നെ സംസാരിക്കാം, ഇതൊക്കെ എനിക്ക് സമയം കിട്ടുന്നില്ല, ഞാൻ പോട്ടെ, റെഡി ആകട്ടെ. ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി. His response was that I am very busy, I cannot listen to you now, we will do it later. അദ്ദേഹം വൈകിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഭാര്യ ഉറക്കമായി കഴിയും. By the time he returned from the meeting, the wife is already slept. ലേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് രാവിലെ വൈകിയായിരിക്കും ഭർത്താവ് എഴുന്നേൽക്കുന്നത്. Since he goes to bed very late, so he gets up late also. അപ്പോൾ അന്നേരത്തേന് ഭാര്യ ജോലിക്ക് പോകും. By the time his wife has left for the job. ഇതൊരു കഥയല്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ സംഭവമാണ്. It's not a story, it's a life experience in a family that I know very well. വിവാഹമോചനം നടന്നില്ല എന്നുള്ളതേ ഉള്ളൂ, എന്നാൽ അവർ രണ്ട് രാജ്യത്ത് വ്യത്യസ്ത ഭവനങ്ങളിൽ പാർക്കുന്നു, തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. The only thing is that they have not ended up in divorce, but they live in two realms as two different peoples in the same house. 100 കുടുംബങ്ങളിൽ വിദേശത്ത് നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തിയ ഒരു സർവേ നടത്തിയ ഒരു ലഭിച്ച ഒരു കാര്യം, വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ 10 മാസം മുതൽ പക്ഷേ 3 വർഷം വരെ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്നു. A survey among married people shows the result that up to 10 months to 3 years. From 10 months to 3 years after marriage, there won't be much critical problem. വിമാനമൊക്കെ ഇങ്ങനെ ആകാശത്തോടെ പറന്ന് നടക്കുകയാണ്, ലൈറ്റ് ഒക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്, അത് മെല്ലെ താഴേക്ക് ഇറങ്ങും, ആ വെളിച്ചമൊക്കെ മിന്നലൊക്കെ അങ്ങ് മെല്ലെ കെടും, അത് കഴിഞ്ഞിട്ട് ഒരു ചത്ത കഴുകനെ പോലെ അനങ്ങാതെ കിടക്കും. Now the airplane is blinking light and it is coming down, and once it is landed, it become like a dead falcon. എന്നാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ബന്ധത്തെ ഊഷ്മളതയോടെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. But studies show that by proper communication this relationship can be made alive and maintained like that. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ കോൾ റോജേഴ്സ് എന്ന് പറയുന്ന ഒരാളിന്റെ ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായമുണ്ട്. There is a special treatment carried out by
Carl Rogers in America. ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. He says that treatment. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല് the actual thing is ഭർത്താവും ഭാര്യയും പ്രശ്നവുമായിട്ട് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് വരും. Husband and wife would come to the psychologist to resolve their problems. ഈ പ്രശ്നങ്ങൾ ഇവർ മനഃശാസ്ത്രജ്ഞനോട് പറയും. They will narrate their problems to the psychiatrist. അപ്പോൾ അദ്ദേഹം പറയും and he will answer ഭാര്യ പ്രശ്നം പറയും, സൈക്കോളജിസ്റ്റ് പറയും wife will narrate the problem. There also he will just respond saying കുറേ മണിക്കൂറുകൾ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറയും, എല്ലാത്തിനും മറുപടി ഇതാണ് മറുപടി. They keep on telling the problems for hours and only response from the psychiatrist is that he makes a sound ഞാനിത് അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഡോക്ടർ പി എ മാത്യു വെല്ലൂരിനോട് കുറെ കാലം ഞാൻ ജോലി ചെയ്തപ്പോൾ സമാനമായ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. I have literally witnessed this. As I told you, I have a privilege to work with Dr. P. A. Matthew Vellur, and I have seen that attitude from him too. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇവർക്ക് ഇദ്ദേഹത്തിന് വന്ന അന്ന് 500 രൂപയുടെ ഫീസ്, 500 രൂപയും കൊടുത്തേച്ച് ഇവർ പറയാനുള്ള എല്ലാം പറയുന്നു, അദ്ദേഹം കേൾക്കുന്നു, ഇത് കഴിയുമ്പോൾ പ്രശ്നം തീരുന്നു. എന്നാൽ ഇത് വീട്ടിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കാശും പോകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് പറഞ്ഞാൽ കൂടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. I used to think like that because his consultation fees of 500 rupees, they pay this price, this fee, and they keep on telling. The only response from him is just that sound, and they go back. If they could have done that at home, they could have saved at least this 500 rupees. ഒരിക്കൽ ഒരു ഭാര്യ മനഃശാസ്ത്രജ്ഞനോട് പരാതി പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് സംസാരിക്കാനേ ഇല്ല, അദ്ദേഹം ഭയങ്കര തിരക്കുള്ളവനാണ്, അദ്ദേഹത്തിന് സമയമില്ല, അതാണ് പ്രശ്നം. Once a wife complained to a psychiatrist that my husband is very busy, he cannot get time to talk to me. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് ഭർത്താവിനും അറിയാം. And husband also knows that there is a problem like this. ഭർത്താവ് സൈക്കോളജിസ്റ്റിനെ ഫോൺ ചെയ്തു. One day this husband called the psychologist. പറഞ്ഞു, സാറേ ഞാൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്, I am very busy. എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, my wife have a complaint like this. അതുകൊണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യണം. So you need to do a favor to me. ഞാൻ ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും എന്റെ ഭാര്യയെ താങ്കൾ അടുത്ത് കൊണ്ടുവിടും, അവള് പറയുന്നത് ദയവായിട്ട് സാർ ഒന്ന് കേൾക്കണം, അതിന് എത്ര തുക ചാർജ് ചെയ്താലും ഞാൻ അതെല്ലാം തന്നോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. I said I will arrange my driver, he will drop my wife at your office and you just listen what she says and I will pay for it. അദ്ദേഹം പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോകേണ്ട ഗതികേടുണ്ടാകും, അതുകൊണ്ട് ഈ പരിപാടി വേണ്ട എന്ന് പറഞ്ഞു. He said it is not workable because if I do that then I will consult with another psychologist because of that. കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് ശരിയായ ആശയവിനിമയത്തിലൂടെയാണ്. By effective communication we can resolve most of the issues that come about in our family life. എവിടെയാണ് ഈ ആശയവിനിമയം ആരംഭിച്ചത്? Where did the communication start? ഏദൻ തോട്ടത്തിലാണ് അത് ആരംഭിക്കുന്നത്. It is in the Garden of Eden. മൃഗങ്ങൾക്കെല്ലാം പക്ഷികൾക്കെല്ലാം പേരിട്ടു, പക്ഷേ തനിക്ക് ആശയവിനിമയം നടത്താൻ അനുയോജ്യമായ ഒരു വ്യക്തി ഇല്ല എന്നുള്ളത് ആദാം കണ്ടെത്തി. Adam, after having named all the animals, he saw that he doesn't have a companion to communicate. ആശയവിനിമയം നടത്താൻ വേണ്ടി ദൈവം തനിക്ക് ഒരു ജീവിത പങ്കാളിയെ കൊടുത്തു. And God gave him a life partner for communication. എന്നാൽ ഏറെ വൈകാതെ പ്രശ്നമുണ്ടായി. എങ്ങനെയാണ് പ്രശ്നമുണ്ടായത്? But there was a problem happened. You know why it happened? ടൈംലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതായത് ഭർത്താവിനോട് ചോദിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള അനുമതി വാങ്ങാൻ ചെയ്യണോ വേണ്ടായോ ചർച്ച ചെയ്യാതെ സ്വയം ഒരു തീരുമാനമെടുത്തു. There was no timely communication and Eve decided by herself before consulting with her husband. ഭർത്താവിന്റെയും ഭാര്യയുടെ ഇടയിലേക്ക് സർപ്പം രംഗപ്രവേശനം ചെയ്തു. And we see that the serpent entered between husband and wife. ഇന്നും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അനേക സർപ്പങ്ങൾ കടന്നു വരികയാണ്. Even today many serpents creep in between husbands and wives. ചില ന്യൂ ജനറേഷൻ സർപ്പങ്ങളാണ് ടെലിവിഷനും മൊബൈൽ ഫോണും ഇന്റർനെറ്റും സോഷ്യൽ നെറ്റ്വർക്കും ഒക്കെ. Even television and other electronic gadgets are some new generation serpents. ഇങ്ങനെയുള്ള സർപ്പങ്ങളെ നാം അകറ്റി നിർത്തുവാൻ നമുക്ക് കഴിയണം. We should be able to keep away such serpents. ഞാൻ ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില പാഠങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. I would like to proceed just mentioning few basic principles. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഭവനങ്ങളിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ നാം ചെയ്യണം? What all are required in order to have an effective communication in our family? ഒന്നാമത്, കമ്മ്യൂണിക്കേറ്റ് ഫ്രീക്വന്റ്ലി, വളരെ പതിവായി തന്നെ ആശയവിനിമയം നടത്തുക. The first thing is that we need to communicate frequently. നിരന്തരം അതിനുവേണ്ടി സമയം കണ്ടെത്തുക. We need to find time for that. വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു സർവേ മനസ്സിലാക്കിയത് 40% പേർ ആളുകൾ പറയുകയാണ്, പണമില്ലാത്തതല്ല ഞങ്ങളുടെ പ്രശ്നം, സമയമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം. According to the survey that has done in Wall Street Journal,
it says that 40% of the respondents stated that the problem is not that the lack of time, but not the lack of money, but the greater problem is lack of time. ഇന്ന് കുടുംബജീവിതത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. This is the same problem that we see in family life also. തിരക്കോട് തിരക്ക്, പക്ഷേ ഇതിനിടയിൽ ജീവിത പങ്കാളികൾ പരസ്പരം സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. We are very, very busy and life partners are not getting sufficient time to communicate each other. കമ്പ്യൂട്ടർ മാനിയ അതിന് കാരണമാവാം. Computer mania can be one of the reasons. രാവിലെ കാണിച്ച പോലെ ഇത്തരം ചിത്രങ്ങൾ ഭാര്യ ഒരിടത്ത്, ഭർത്താവ് ഒരിടത്ത്, മക്കൾ ഒരിടത്ത്, നിരന്തരം ഇന്ന് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാത്ത ആരുമില്ല. Just as I have told today morning session that husband, wife, children are all engaged watching TV or computer. മനുഷ്യവംശത്തിന് ഗുണമാകേണ്ടത് ഇന്നൊരു ശാപമായി തീർന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. What is it? It is a boon. I know, what did you say, Maya? I didn't get that. What did you say? Okay, sorry. മനുഷ്യവംശത്തിന് പ്രയോജനമാകേണ്ടത് ഒരു ശാപമായി തീർന്നിരിക്കുകയാണ്. What needs to be beneficial to the human race have come as a curse. തെങ്ങിന്റെ പുറത്തിരിക്കുന്നവർക്ക് പോലും കമ്പ്യൂട്ടർ ഉള്ള ഒരു സാഹചര്യമാണ്. We have come to a situation that even a person who climbs a coconut tree also keeps a ലോകത്തിന്റെ അങ്ങേ അറ്റത്തുള്ളവരുമായിട്ട് പോലും നിമിഷാർത്ഥങ്ങൾക്കിടയിൽ ആശയവിനിമയം നടക്കുകയാണ്. എന്നാൽ ഒരേ മുറിയിൽ സ്വന്തം കട്ടിൽ അപ്പുറത്തിപ്പുറത്തും ഇരിക്കുവാനായിട്ട് ആശയവിനിമയം ഇല്ലാത്തൊരവസ്ഥ. We are able to communicate within fraction of second to people who are in the other corner of the world, but still there is no proper communication with the very person who is sleeping next to us. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയാൽ അവിടെ ചെന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഭാര്യ കൂടെ വൈഫൈ കൂടെ ഉണ്ടോ എന്നുള്ളത്, വൈഫൈ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. When we go to somewhere else with wife, we are not watchful whether wife is with us, rather we are mindful about whether Wi-Fi is there or not. നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തിയില്ലെന്നാണോ പറയുന്നത്? കാർട്ടൂണിൽ പറയുക, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച നിനക്കൊരു ഇമെയിൽ അയച്ചില്ലായിരുന്നു എന്നാണ് ചോദ്യം. It is not that we are not communicating. There is a question is that I have sent you an email last week. ഡിസംബർ last Monday. 31 രാത്രി ന്യൂ ഇയർ തുടങ്ങുക. ഒരു ഘട്ടത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഭാര്യ, റാണി ഡാർലിംഗ് വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. ഇപ്പുറത്തെ രാജു ഡാർലിംഗ് വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വയ്യാതെ ഒരേ കട്ടിലിൽ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത്, ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ളത് എനിക്കറിയാം. I would like to say that even for a New Year wish, husband and wife sitting against each other and wishing through social media. ഒരു പക്ഷേ ഇതൊരു അല്പം എക്സാഗറേഷൻ ആവാം. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മുടെ കിടക്കറയിൽ പോലും കടന്നു വന്ന് പരസ്പരം ഉണ്ടാകേണ്ട ആശയവിനിമയത്തിന് തടസ്സമായി നിൽക്കുന്ന, നേരത്തെ ഏദൻ തോട്ടത്തിലെ സർപ്പത്തെ പോലെ തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ചകൾ സമൃദ്ധമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. അത് നമ്മുടെ പരാജയത്തിലേക്കുള്ള കൂപ്പുകുത്തലിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. We need to understand that the very reason for our utter failure is that electronic gadgets and social media has crept into even our bedrooms, and it is taking place in between us, just like the serpent has taken place between Adam and Eve. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിച്ചാൽ പോലും ആ സംസാരം കേവലം ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുകയാണ്. Even though husbands and wife are talking together, even that talking also become a part of instrumental communication. Instrumental communication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം facts and figures, ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു, സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. That means they are talking technically. They only talk the pinpoint things just to communicate what is exactly needed to say. ഓഫീസിൽ തിരിച്ചു വരുമ്പോൾ മോളെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്തോണം കേട്ടോ. You say that you should collect the child from school when you come back. 3 പാക്കറ്റ് പാലൂടെ മേടിച്ചേക്കണേ. You should buy 3 more packets of milk. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുന്നു. അതാണ് ഇൻസ്ട്രുമെന്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Likewise, we are communicating only technical things, and we call that as instrumental communication. No emotional sharing. There is no emotional sharing. വൈകാരികമായ പങ്കുവെക്കലില്ല. എന്റെ ഇന്ന് ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായി, എനിക്കത് വളരെ വേദനാജനകമായി, അങ്ങനെയുള്ള പ്രയാസത്തിന്റെ പങ്കുവെക്കൽ ഉണ്ടാകുന്നില്ല. We are not sharing about personal problems like I had a sad incident in the office and I was really sad of that. ഇൻക്രിമെന്റ് കിട്ടി, അതിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഇടയാകുന്നില്ല. I got an increment, an increase in salary, and I just want to share the joy, but they are not getting time to do that. വൈകാരികമായ പങ്കുവെക്കലില്ല, കേവലം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രം പങ്കുവെക്കുകയാണ്. There is no emotional communication. We are only communicating facts and realities. വൈകാരികമായ കമ്മ്യൂണിക്കേഷൻ മറ്റൊരു പേരുണ്ട്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. So we say that emotional communication is active communication, തന്റെ effective communication. ജീവിതത്തിൽ അന്നുണ്ടായ വേദനകളും സന്തോഷങ്ങളും വികാരങ്ങളെല്ലാം
ജീവിത പങ്കാളിയുമായി പങ്കുവെക്കുന്നതിനാണ് അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ കുറഞ്ഞു പോകുന്നു. No, when we share the emotions, the pain, the sorrow, the joy, the wonder that they felt during the day is being communicated, and that is mentioned as affective communication. രണ്ടാമത്തെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് ഡയറക്ട്ലി എന്നുള്ളതാണ്. The second thing is നമ്മൾ വ്യക്തമായും നേരിട്ടും ആശയവിനിമയം നടത്തണമെന്നുള്ളതാണ്. 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ അതൊന്ന് വിശദമാക്കാം. There are 4 types of communication. ഒന്നാമത്തേത് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, വളരെ വ്യക്തമായിട്ടുള്ള ആശയവിനിമയം. First it is clear and direct communication. പറയാനുള്ള കാര്യങ്ങൾ ഏത് വ്യക്തിയോടാണോ പറയേണ്ടത് ആ വ്യക്തിയോട് വ്യക്തമായിട്ട് പറയുക. Whatever needs to be communicated, communicate to that specific person specifically. ഒരു ഉദാഹരണം പറയാം. For example, രാവിലെ അപ്പൻ മോനോട് പറഞ്ഞു, മോനെ വൈകിട്ട് വരുമ്പം കാർ ഒന്ന് കഴുകിയിട്ടേക്കണം. Father told the son that when he comes back from office, he should wash the car. വൈകിട്ട് അവൻ കാർ കഴുകിയിട്ടില്ല എന്ന് കരുതുക. Just suppose that he did not wash the car. അപ്പോ മകനോട് അപ്പന് പറയാം, മോനെ നീ ആ കാർ കഴുകിയിടണോ, ഞാൻ പറഞ്ഞു നീ അത് ചെയ്തില്ല, അതെനിക്ക് വളരെ വിഷമം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. And the father can tell the son that I'm really disappointed and sad that you did not obey what I told you to wash the car. മെസ്സേജ് ക്ലിയർ ആണ്. The message is very clear. കൃത്യമായിട്ട് ആരോട് പറയണോ ആ വ്യക്തിയോട് പറഞ്ഞു. Clearly and specifically it was told to that very person. ഇതാണ് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. That is clear and direct communication. രണ്ടാമതൊന്ന് ക്ലിയർ ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമതുള്ളത് ക്ലിയർ എന്നാൽ നേരിട്ടല്ല, മറ്റൊരു വ്യക്തിയോ മറ്റൊരു രീതിയിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാറ് കഴുകിയിടണമെന്നൊക്കെയാ പറഞ്ഞത്, പക്ഷെ ആര് കേൾക്കാൻ? And he is just saying like that. It was told that the car should be washed, but there is nobody to listen that. അപ്പോൾ മെസ്സേജ് ക്ലിയർ ആയി, പക്ഷെ ആരോടാ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ ആരോടോ പറഞ്ഞതുപോലെ തോന്നിപ്പോ. The message was clear, but it was not specific to whom it was told. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് masked and direct communication. And the third is masked and direct communication. ആ മെസ്സേജ് വ്യക്തമല്ല, the message is not clear. എന്നാൽ ആ പറയേണ്ട വ്യക്തിയോട് തന്നെയാണ് പറഞ്ഞത്. It was directly aimed at the very person to whom it should be communicated. മോനോട് തന്നെ പറയാ, മോനെ നിനക്ക് അനുസരണമില്ല കേട്ടോ. He is telling the son, my son, you are disobedient. പറഞ്ഞ കൃത്യം വ്യക്തിയോട് തന്നെയാണ് പറഞ്ഞത്, പറയേണ്ട വ്യക്തിയോട് തന്നെ പറഞ്ഞു. പക്ഷേ എന്തായിരുന്നു പറയേണ്ടത് എന്നുള്ളത് അല്ല, ആ മെസ്സേജ് ക്ലിയർ അല്ല. It was told to the specific right person, but the message is not clear. It was vague. നാലാമത്തെ masked and indirect communication എന്ന് പറയും. And the fourth is masked and indirect communication. ഇത് മെസ്സേജും ക്ലിയർ അല്ല, പറയേണ്ട വ്യക്തിയോടും പറഞ്ഞില്ല. Neither the message nor the specific person is not clear. ഈ കാർ കഴുകലിന്റെ ഇഷ്യൂ തന്നെയാണെന്ന് കരുതുക. വേണം ഇങ്ങനെ പറയാം, ഇന്നത്തെ തലമുറയൊക്കെ മഹാമടിയന്മാരാ. Just take the issue of washing car. We can just make a passing statement that the new generation are really lazy. ആരോടാ ഇത് പറഞ്ഞത്? To whom it was told? ആർക്കറിയാം? എന്താ പറഞ്ഞത്? What did they say? We don't know. അപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റ് ആൻഡ് ക്ലിയർ. When we communicate, it should be direct and clear. നാം ആശയവിനിമയം നടത്തുമ്പോൾ അത് വ്യക്തമാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ സണ്ണിയോട് ഇപ്പം പറയാൻ പോവാണ്, സണ്ണി മരം മുറിക്കണം. Our communication should be very clear. For example, I am going to tell Georgie, you have to cut the wood. ഞാൻ പറഞ്ഞു മരം മുറിക്കണം. ഏത് മരമാണ് സണ്ണിയുടെ മനസ്സിൽ വന്നത്? I told Georgie to cut the tree. Which tree came to your mind? Give me the answer. You give me the answer. No. ഞാൻ പറഞ്ഞു മരം മുറിക്കണമെന്ന്. സണ്ണിയുടെ മനസ്സിൽ ഏത് മരമാണ് വന്നത്? It can be any tree. No, come on, tell me. സണ്ണിയുടെ മനസ്സിൽ ഏതാ വന്നത്? That tree in front of my house. Which one is that? ഏത് മരമാണ്? It's a coconut tree. Coconut tree. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്ലാവിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു മരം മുറിക്കണമെന്ന്, സണ്ണി കേട്ടു മരം മുറിക്കണമെന്ന്. പക്ഷേ വാക്കുകൾക്ക് അർത്ഥമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. I told this to illustrate that sometimes the word doesn't actually mean what it is meant. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ രണ്ടുപേരും ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നാണ് എന്നുള്ളത് മാത്രം പോരാ, ആ വാക്കിന്റെ അർത്ഥം രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒന്ന് തന്നെ ആയിരിക്കണം. For proper communication, it is not only that two people use the same word, but the meaning behind that words also should be same. ക്ഷമിക്കണം, ഞാൻ ഒരു ക്രൂഡ് എക്സാമ്പിൾ പറയാൻ പോവാണ്.
You should excuse me for telling a crude example. തൃശ്ശൂരുള്ള ഒരു പയ്യൻ തിരുവനന്തപുരത്തുള്ള ഒരു പെങ്കൊച്ചിനെ പെണ്ണ് കാണാൻ വേണ്ടി പോയി. There was a boy from Trichur went to see a girl in Trivandrum. അപ്പോ അവര് ഫ്രണ്ടിലിരുന്നപ്പോൾ ചായയൊക്കെ കൊണ്ടു കൊടുത്തു. While they were at home, tea was brought. നമുക്കറിയാം രണ്ട് സ്ഥലത്തെയും ഭാഷ തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. You know there is a difference in slang in two places. അപ്പോ എന്നിട്ട് ഈ പെങ്കൊച്ചു തന്നെ ഇട്ട ചായയാണ്, നന്നായിട്ട് പെങ്കൊച്ചിന് ചായ ഇടാൻ അറിയാം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി പെങ്കൊച്ചിന്റെ അപ്പൻ ഒരു വാചകം പറഞ്ഞു. This tea was made by that girl, and the father wanted to impress the people who came that she knows how to make good tea. So he said like this. ഈ പയ്യനോട് ചോദിച്ചു, മോനെ ചായയൊക്കെ ഇഷ്ടപ്പെട്ടോ, കുടിച്ചോ? He asked the boy, son, did you like that tea? Did you drink that tea? ഞാൻ കുടിച്ചു, ഒറ്റ വലിക്ക് കുടിച്ചു എന്ന് പറഞ്ഞു. And he said, yeah, I drank it as one sip. എന്നിട്ട് ഈ അപ്പൻ അടുത്ത വാചകം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? What was the next he has said? അപ്പി ഇട്ട ചായ ഇനി വേണോന്ന് ചോദിച്ചു. There is no English for that. അതിന്റെ അർത്ഥം തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൾ ഇട്ട ചായയാണ് എന്നാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായ ഒരു ആശയമാണ് തൃശ്ശൂർ വന്നത്. രണ്ടുപേരും ഉപയോഗിച്ച ഒരേ വാക്കാണ്, പക്ഷെ ആശയം മാറിപ്പോയപ്പോൾ ഉള്ള സംഭവം. ക്ഷമിക്കണം, ഞാൻ ഒരു ക്രൂഡ് എക്സാമ്പിൾ ഉപയോഗിച്ചു. In Trivandrum slang, when he says appi means that the daughter. So he said this tea is made by daughter, but because of the word usage, he got another meaning. തൃശ്ശൂർ വരെ പോകുന്ന വഴിക്കെല്ലാം അവൻ ഛർദ്ദിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ബി ആൻ ആക്റ്റീവ് ലിസണർ. The third thing is that we should be an active listener. ആശയവിനിമയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത്. Effective listening is also a main factor in communication. ഒരു വായും കേൾക്കാൻ രണ്ട് ചെവിയും ദൈവം നമുക്ക് നൽകിയത് അതുകൊണ്ടാണ്. That's why God has given us one mouth to speak and two ears to listen. നല്ലൊരു ശ്രോതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ നാം ആര് പറയുന്നത് കേൾക്കുന്നു ആ വ്യക്തിയിൽ ജെനുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നാം കാണിക്കണം. To become a good listener, we should show genuine interest to the one who speaks to us. ഭാര്യ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഫോണിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞോളൂ എന്ന് പറയാൻ പാടില്ല. When our wife is speaking to us, we cannot just attend the telephone speaking in that and then prompt her to speak on. ആ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ സ്ഥാനത്ത് പോയി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷൂസിൽ കയറി നിന്നുകൊണ്ട് കേൾക്കാൻ നാം തയ്യാറാകണം. We should be ready to listen, stepping into the shoe of the one who is talking to us. അത് മാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങൾ പറയുവാൻ വേണ്ടി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കൂടെ, ഒരുപക്ഷെ തലയാട്ടുന്നതിൽ കൂടെ ആയിരിക്കാം, നമ്മുടെ കണ്ണിന്റെ പ്രകടനത്തിൽ കൂടെ ആയിരിക്കാം, അത് അവരെ പ്രോത്സാഹിപ്പിക്കുക. By our eye contact and also by our body language, we should prompt the speaker to continue speaking to us. പറയുന്നതിനിടയ്ക്ക് കയറി തടസ്സം പിടിക്കരുത്. We should not interfere in the conversation. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ സഭയിലോ സമൂഹത്തിലോ വീട്ടിലോ ഒക്കെ ശ്രദ്ധിക്കുക. ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, ഇപ്പൊ സണ്ണി എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്ന എത്ര സെക്കൻഡ് ആണെന്നറിയാമോ? 17 സെക്കൻഡ്. 17 സെക്കൻഡ് മുമ്പിൽ ഞാൻ സണ്ണി ഇന്ററപ്റ്റ് ചെയ്തിരിക്കും. In normal case, we should understand that whether we are talking in church or in family, we should know that when one person speaks to us, within 17 seconds, we would interrupt the talk by the other person. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടത് നാം കൊടുക്കുന്ന മറുപടി ആയിരിക്കില്ല, കേൾക്കുവാനുള്ള നമ്മുടെ കാതായിരിക്കും അവർക്ക് ആവശ്യമായിരിക്കുന്നത്. Probably what our life partner looks for is not a reply for resolution, but rather ear to listen what they say. നാലാമത്തെ ഒരു കാര്യം, നാം ആരോട് സംസാരിക്കുന്നുവോ ആ വ്യക്തിയുടെ നിലവാരത്തെ കുറിച്ച് നാം ബോധവാനായിരിക്കണം. And the fourth thing is that we should be convinced about the standard or the level of the speaker. കൊച്ചു കുഞ്ഞുങ്ങളോട് നാം പറയുന്ന പോലെ എല്ലാ മുതിർന്നവരോട് നാം സംസാരിക്കുന്നത്. We cannot talk to little children as well as elders alike. ഓരോരുത്തരുടെയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലെവൽ വ്യത്യസ്തമായിരിക്കാം. We know that the grasping capacity of different people of different age are different. ഇനി ഒരേ വ്യക്തിയാണെങ്കിൽ തന്നെ അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ, ദുഃഖത്തോടെ ഇരിക്കുന്ന മാനസികാവസ്ഥ, ആ അവസ്ഥകൾ തിരിച്ചറിഞ്ഞു വേണം നാം ആശയവിനിമയം നടത്തുവാൻ. Even for the same person, we should know their mental status, whether they are in a happy mood or disappointed mood, and we need to communicate with them knowing their mood. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ്. I would like to say another important thing. Pay attention to verbal, non-verbal and para-verbal message. അത് ഞാൻ വിശദീകരിച്ചോളാം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ, വാക്കുകളില്ലാതെ അതുപോലെ തന്നെ ചലനങ്ങളിലൂടെയൊക്കെയുള്ള ആ
ആശയവിനിമയം നാം ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. ആശയവിനിമയത്തിൽ 3 ഘടകങ്ങളുണ്ട്. അതാണ് നാം ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് വെർബൽ മെസ്സേജ്, അതായത് നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ വെർബൽ മെസ്സേജ് എന്ന് പറയുന്നത്. 3 means of communication. One is a verbal message, the words that we use to communicate. രണ്ടാമത്തേത് പാരാവെർബൽ മെസ്സേജ്, നാം അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. And secondly, it is paraverbal message, how we present that words to the other person. ഇപ്പൊ അവസാനം ഞാൻ പറഞ്ഞ വാചകം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്, നാം അത് എങ്ങനെ പറയുന്നു. വേണമെങ്കിൽ എനിക്ക് എങ്ങനെ പറയുന്നു എന്നൊക്കെ പറയാം, പക്ഷെ അത് തമ്മിൽ വ്യത്യാസമില്ലേ? ആ ടോണിലാണ്, അതാണ് പാരാവെർബൽ എന്ന് പറയുന്നത്. Even the tone makes the difference, and that is what we meant by saying paraverbal communication. മൂന്നാമത്തേത് നോൺ വെർബൽ, അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. And third, it is the non-verbal communication, that is our body language. സണ്ണി സംസാരിച്ചുകൊണ്ടിരുന്ന കൈയെല്ലാം ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഇങ്ങനെ പാരാവെർബൽ മെസ്സേജ് ആണ്, നോൺ വെർബൽ മെസ്സേജ് ആണ്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അത് ആരും ശ്രദ്ധിക്കുകയല്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Now, as we speak, we move our body in order to make attention and make clear the message. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ മെസ്സേജിന്റെയും നോൺ വെർബൽ മെസ്സേജിന്റെയും പാരാവെർബൽ മെസ്സേജിന്റെയും സമഞ്ജസമായ ഒരു സമന്വയമാണ്. Effective communication is the right combination of verbal, paraverbal and non-verbal communication. വെർബൽ മെസ്സേജ് എന്ന് പറയുന്നത് അത് വളരെ ചുരുങ്ങിയ സെലക്ട് ചെയ്ത പദങ്ങൾ, വാക്കുകൾ ഉപയോഗിച്ചായിരിക്കണം. Our verbal communication should be with selected words. എഴുത്തുകാർക്കൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ പറയും, പഴയ ശൈലിയായിരുന്നു ഒരു പാരഗ്രാഫ് മുഴുവൻ നീളുന്ന വാചകം. ഇപ്പോഴത്തെ ശൈലി എന്ന് പറയുന്നത് 8 വാക്കുകൾ അല്ലെങ്കിൽ 9 വാക്കുകൾ, അതിൽ കൂടുതൽ ഒരു വാചകത്തിൽ പാടില്ല എന്നുള്ളതാണ്. Now, when we take classes for writers, we used to say that it was old style that one sentence would be as long as the whole paragraph. But now the style is small sentences with 8 to 10 words. സംസാരിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകളിൽ ജാർഗൺസ് ഉണ്ടാകാൻ പാടില്ല. As we talk, we should not use jargons when we speak. ഉദാഹരണത്തിന് നാം പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയോട് നാം പറയുന്നത് കരുതുക, നാം നീതീകരണം പ്രാപിക്കുമ്പോൾ വിശുദ്ധീകരണം പ്രാപിക്കും, അത് കഴിഞ്ഞ് തേജസ്കരണം പ്രാപിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് ആകെ മനസ്സിലാകുന്ന കാരണം എന്നുള്ളത് മാത്രമായിരിക്കും. If we communicate to a new convert, if we say that justification and sanctification and glorification, he may not be able to understand all these things. ഇത്തരം ജാർഗൺസ് നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. We need to avoid such jargons in our common conversations. അത് ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ അതിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുക. Even if it is imperative that we need to use such words, then we need to explain the meaning of that word. ആശയവിനിമയം എന്ന് പറയുന്നത് എന്റെ അറിവിന്റെ ഭണ്ഡാരം തുറന്നു വെക്കുവാനുള്ള ഒരു അവസരമല്ല. Communication is not an occasion to display our knowledge. രണ്ടാമത്തേത് പാരാവെർബൽ മെസ്സേജസ് ആണ്. Secondly, it is paraverbal messages. അത് നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടോണിൽ കൂടെ, നമ്മുടെ പിച്ചിൽ കൂടെ, പറയുന്നതിന്റെ സ്പീഡിൽ കൂടെയൊക്കെയാണ് അത് മനസ്സിലാകുന്നത്. That will be understood by the tone, the speed, the slang, the way we present it. ഉദാഹരണത്തിന് ഇവിടെ ഈ ഐ ഡിഡ്ന്റ് സേ യു ആർ സ്റ്റുപ്പിഡ്, ഈ വാചകം, അതിലെ ഓരോ വാചകങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്ന് നമ്മൾ പറഞ്ഞു നോക്കാം. ഐ ഡിഡ്ന്റ് സേ യു ആർ സ്റ്റുപ്പിഡ്. So if മലയാളം ഇല്ലല്ലേ? Okay. ഐ ഡിഡ്ന്റ് സേ യു ആർ സ്റ്റുപ്പിഡ്, ആശയം മാറിയോ? ഐ ഡിഡ്ന്റ് സേ യു ആർ സ്റ്റുപ്പിഡ്, ആശയം മാറിയോ? ഇവിടെ ഞാനൊരു വേറൊരു വാചകം കൂടെ പറയാം. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ഒരിക്കൽ CL ജോസ് എന്ന് പറഞ്ഞൊരു നാടകകൃത്ത് പറഞ്ഞു വന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞു ഒരു വാചകം ഇങ്ങനെയാണ്, എന്റെ മുഖത്ത് നോക്കി നിനക്ക് അങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു. ഇതാണ് വാചകം. ഓക്കെ, ഓരോ അത് ഓരോ വാചകവും ഞാനൊന്ന് സ്ട്രെസ് ചെയ്യാൻ പോവാണ്. എന്റെ മുഖത്ത് നോക്കി നിനക്ക് അങ്ങനെ പറയാൻ ധൈര്യം വന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നീ വേറെ ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല, എന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തേത്, എന്റെ മുഖത്ത് നോക്കി ഒരു ഇമെയിലോ കത്തോ ഫോൺ കോളോ വിളിച്ചാലും കുഴപ്പമില്ല, എന്നോട് നേർക്കുനേരെ നീ പറഞ്ഞല്ലോ, എന്റെ മുഖത്ത് നോക്കി നീ അങ്ങനെ പറഞ്ഞല്ലോ, അർത്ഥം മാറിയോ? വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, നീ അത് പറയാൻ പാടില്ല. എന്റെ മുഖത്ത് നോക്കി നീ അങ്ങനെ പറയാൻ പാടില്ല, അർത്ഥം മാറിയോ? അപ്പോ ഓരോ വാക്കുകൾക്കും സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിന്റെ ആശയം പൂർണ്ണമായിട്ട് മാറുകയാണ്. വാചകം ഒന്ന് തന്നെ ആയിരിക്കാം. Even though the sentence is same, when we emphasize or we give more stress to some particular word of the sentence, we can see that the meaning will radically change. ആഹാരം എടുത്തു വെച്ചു, കഴിക്കാൻ പാച്ചായ, അങ്ങനെ പറയാം. വേണമെങ്കിൽ ആഹാരം എടുത്തു വെച്ചു കേട്ടോ, കഴിക്കാൻ വരുന്നവാ, രണ്ടും ഒരേ വാചകമാ, അർത്ഥം മാറിയോ? So we can say when the food is ready, from the wife's side we can say, darling, the food is ready, come for dinner. And also you can say,
Food is ready. If you want, come and eat. അപ്പോ നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അത് പറയുന്ന ടോണ്, അതിന്റെ സ്പീഡ്, അതിന്റെ പേസിംഗ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. So when we communicate, not only the words that we use, even the stress, the tone, the way we use the words, all matter. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. And thirdly, it is non-verbal communication. അത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മുടെ ശരീരത്തിന്റെ ചലനം, That is the body movements, ജസ്റ്റേഴ്സ്, how we gesticulate and the gestures that we do, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖ ഭാഷ, facial expression, ഐ മൂവ്മെന്റ്, കണ്ണിന്റെ ചലനം, eye contact and eye movement. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൈയുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുക, The gesticulations, the movements of the hands, all these are important. തലയുടെ ചലനങ്ങൾ, The way we move our head. ഓക്കെ. നമ്മുടെ മുഖം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നതാണ്, ഇല്ലേ? Facial expression from our face, others can read many things even without saying anything. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. Face is the mirror of our heart. സന്തോഷമായാലും ദുഃഖമായാലും ദേഷ്യമായാലും വെറുപ്പായാലും എല്ലാം മുഖത്തിൽ കൂടെ വെളിപ്പെടും. If you are happy, if you are sad, if you are angry, all these will be expressed through our face. നമ്മുടെ മുഖത്ത് 80 മസിൽസ് ഉണ്ട്. ഈ മസിൽസ് ഉപയോഗിച്ച് 700 തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് നടത്താം എന്നാണ് പഠനം വെളിപ്പെടുത്തിയിട്ടുള്ളത്. Observations made it clear that we have 80 muscles in our face with which we can create more than 700 facial expressions. മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ 80 മസിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഈ 80 മസിൽസിന്റെ പേര് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. If anybody question whether there be 80 muscles, I have named it down for the proof. സന്തോഷിക്കാനും ഒക്കെ കുറച്ച് മസിൽസ് ഉപയോഗിച്ചാൽ മതി. ദേഷ്യപ്പെട്ട് ഇങ്ങനെ വല്ലൊഴിച്ച് ഇങ്ങനെ ഇരിക്കാനാണ് മസിൽസ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. For joy and for smiling we need less muscles, but for reflect our anger we need more muscles. ഈ കുഞ്ഞിന്റെ മുഖം നോക്കിയാൽ അറിയാം അത് ഹാപ്പിനെസ് ആണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഹാപ്പിനെസ്. This face displays joy in that little child's face. ഈ മുഖം ഒന്നും പറഞ്ഞില്ല, പക്ഷേ വളരെ വലിയ ദേഷ്യം അത് വെളിപ്പെടുത്തുന്നുണ്ട്. And this face reflect anger. ഈ മുഖം ഒന്നും പറഞ്ഞില്ല, പക്ഷേ ദുഃഖം വെളിപ്പെടുത്തുന്നു. നമുക്കൂടെ കരച്ചിൽ വരും ഇത് കണ്ടു കഴിഞ്ഞാൽ. This face shows sadness. ആവേശം കണ്ണുകൾ കൂടെ വെളിപ്പെടുകയാണ്. Excitement. വെറുപ്പ് കണ്ണുകൾ കൂടെ വെളിപ്പെടുകയാണ്. Disgust and hatred. ഭയം കണ്ണുകൾ കൂടെ വെളിപ്പെടുക, മുഖത്ത് വെളിപ്പെടുക. Fear from the eyes and face. ആശ്ചര്യം ഇത് ആ മുഖത്ത് വെളിപ്പെടുന്നു. Surprise. പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് മുഖത്ത് വെളിപ്പെടുത്തുന്നു. Anticipation and awaiting. സ്വീകരിക്കുന്ന ഒരു മനോഭാവം അത് മുഖത്ത് വെളിപ്പെടുന്നു. Acceptance. ഇനി മുഖം മാത്രമല്ല, ഇനി കണ്ണ് മാത്രം ഒന്ന് എടുത്തു നോക്കിയോ. കണ്ണ് കഥ പറയുന്നതാണ്. Even our eyes can't say a lot of stories. കണ്ണുകൾ തമ്മിൽ കഥ പറഞ്ഞ പല കാലത്തെക്കുറിച്ച് പലർക്കും ഒരുപക്ഷെ പറയാൻ അവസരങ്ങൾ ഉണ്ടാകും. And you can even say the time that eyes were talking, narrating stories each other. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കി സംസാരിക്കുന്ന ഒരു കള്ളലക്ഷണമാണ്. അവരുടെ കണ്ണിൽ തന്നെ നോക്കാൻ നമുക്കിടയാകണം. If we are not able to look to the eyes of the other person when we talk, that means it is a disgust. We should look at the eyes of the person. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായി നാം സംസാരിക്കുമ്പോൾ അശ്രദ്ധയോടെ ഇരിക്കാതെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നമുക്ക് കഴിയണം. Particularly when we speak to our life partner, we should not be indifferent. We should be attentive, looking at the face. മുഖത്ത് നോക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. When I say that you should look to the face, it doesn't mean that you stare at her all the time. ഈ കണ്ണുകൾക്ക് ഓരോ ആവശ്യമുണ്ട്. നോക്കുക, ശ്രദ്ധിക്കുക. ബോറടിച്ചിരിക്കുന്ന കണ്ണുകൾ, ഹാപ്പി ആയിട്ടുള്ള കണ്ണ്, ദുഃഖത്തിന്റെ കണ്ണ്, സർപ്രൈസ്ഡ് ആയിട്ടുള്ള കണ്ണ്, ആങ്ക്രി, കൺഫ്യൂസ്ഡ്, ഇതെല്ലാം ഈ കണ്ണിൽ വെളിപ്പെടും. Even eyes can disclose a lot of emotions like being bored, happy, sad, surprised, angry, confused. ആവേശം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്യൂപ്പിൾ വളരെ വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. When a person is really excited, we can know that his pupil is expanded. ദേഷ്യപ്പെടുന്ന ഒരാളുടെ കണ്ണ് അങ്ങ് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. For a person who is in angry mood, we'll see that his eyes is contrasted. ചിലരുടെ കണ്ണ് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നേരെ നോക്കത്തില്ല, അത് അവിശ്വസ്തതയുടെ പ്രതീകമാണ്. And some people, the eyes will always move both sides. That is the sign of dishonesty. എപ്പോഴും താഴേക്കാണ്. അവർ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരാണ്. And some people always look down and they have inferiority complex. എന്നാൽ നല്ല ഐ കോണ്ടാക്ട് അത് എപ്പോഴും വിജയത്തിന്റെ ഒരു ചവിട്ടുപടിയാണ്. And we know that good eye contact is a step to success. തീർന്നില്ല, നമ്മളുടെ കരചലനങ്ങൾ വർത്തമാനം പറയുന്നുണ്ട് എന്ന് നമുക്കറിയാമോ? And we also should know that even the movements of our hands will speak. നോക്കുക, ഇതിന്റെ അർത്ഥം എന്താ? ഡൺ, നടന്നു, സാധിച്ചു എന്നല്ലേ? When we gesticulate like this, that means it is successful, it is done. വിജയിച്ചു, അതാണ് ഈ കൈ കാണിക്കൽ.
And this sign shows that we are successful. മിണ്ടിപ്പോയക്കരുത്, സൈലൻസ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. And this will show that keep quiet. I don't know, അതാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. And this gesticulation shows that I don't know. ഇങ്ങനെ ഓരോ കരചലനങ്ങൾക്കും ഒരു അർത്ഥമുണ്ട്. Even the movements of our hands will say something. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമല്ല പ്രധാനം, അതിന്റെ ടോണ്, അതിന്റെ സ്പീഡ്, നമ്മുടെ കൈയുടെ ചലനം, നമ്മുടെ കണ്ണിന്റെ നോട്ടം, ഇതെല്ലാം ആശയവിനിമയത്തിന്റെ ഭാഗമാണ്. What I want to tell you is that not just the words that we speak, our movements, our gesticulation, our facial expression, all these things will be communicating. ഓക്കെ, ഇനി എനിക്കൊരു ചോദ്യം. 3 കാര്യം നമ്മൾ പറഞ്ഞേ: വെർബൽ, നോൺ വെർബൽ, പാരാവെർബൽ. ഇതിൽ ഏതാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്? ഏതിനാണ് കൂടുതൽ റോൾ ഉള്ളത്? ഷെയർ, കമ്മ്യൂണിക്കേഷനിൽ കൂടുതൽ ഷെയർ ഉള്ളത് ഈ 3-ൽ ഏതിനാണ്? I have a question now. We saw 3 types of communication: verbal, non-verbal and paraverbal. Out of these 3 mode of communication, which one has the prominent part, or which one does the most of communication? വെർബൽ ആണോ, പാരാവെർബൽ ആണോ, നോൺ വെർബൽ ആണോ? ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്നുള്ളത് നോക്കാം. And which one is the most effective mode of communication? ഏതാണ്? Which one is? ഏതാ? നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ വാക്കുകളാണ് പ്രധാനം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വാക്കുകൾക്ക് 7% പ്രാധാന്യമേ ഉള്ളൂ. പാരാവെർബൽ 38%. നോൺ വെർബൽ എന്ന് വെച്ചാൽ നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ കൈ കാണിക്കൽ, നമ്മുടെ കണ്ണ്, മുഖം, ഇതിനെല്ലാമാണ് 55% പ്രാധാന്യം. So the percentage breakdown of impact of communication is that we have 7% communication in verbal, and 38% paraverbal, and 55% non-verbal communication. ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വർത്താനം പറയുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്. ഞങ്ങൾക്കൊക്കെ അറിയാം വർത്താനം പറയാൻ എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ വർത്താനത്തിൽ, നമ്മുടെ ആശയവിനിമയത്തിൽ നോൺ വെർബലിന് ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. No, in the beginning I was telling that talking each other is our topic, and you said you know everything, but we should understand the importance of these things when we communicate with others. 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I will conclude saying 3 more things. 6ാമത്തെ കാര്യം, do not jump into conclusions. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വേഗത്തിൽ തീരുമാനത്തിലേക്ക് ഒരു എടുത്തിയാട്ടം നടത്തരുത്. ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അത് ഒരു നാണയത്തിന്റെ മറുവശം കൂടെ, അതിന്റെ എല്ലാ വശങ്ങളും, ഒരു വ്യക്തി പറയുന്നത് മാത്രം കേട്ട് പെട്ടെന്ന് ചാടി ഒരു തീരുമാനത്തിലേക്ക് വരരുത്. When we talk to a person, we should not come to a quick conclusion without looking the both sides of the coin. നാം കേട്ട കാര്യങ്ങൾക്ക് മറുവശം കൂടെ ഉണ്ടാവാം. പലപ്പോഴും നമ്മൾ ഒരു വശം മാത്രം കേട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാധ്യതയുണ്ട്. Sometimes it happens that we listen to one side and come to a conclusion, but we always know that there is another side for the same thing. 7ാമത്തെ കാര്യം, ടേക്ക് യുവർ ടൈം ടു റെസ്പോണ്ട്. വളരെ സമയമെടുത്ത് ആലോചിച്ച് മാത്രമേ പ്രതികരിക്കാവൂ. And the 7th thing is we need to take sufficient time to ponder over before taking a decision. തിടുക്കത്തിൽ ഒരു മറുപടി പറയാൻ നാം തയ്യാറാകേണ്ട ആവശ്യമില്ല. We should not give a hectic answer. നാം കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അവരോട് നമുക്ക് ചോദിക്കാം. If we did not understand what we heard, we need to ask them to repeat that. വളരെ മെല്ലെ ആലോചിച്ച് ശരിയായ ഉത്തരം പറയുന്നതാണ് തിടുക്കത്തിൽ തെറ്റായ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലത്. Instead of saying a wrong answer in a hectic mood, it is good to slowly think about, understand and give a prudent answer. 8ാമത്തെ കാര്യം, do not always think that you are right. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്ന് ചിന്തിക്കരുത്. നമുക്കെല്ലാം അറിയാവുന്ന സർവജ്ഞപീഠം കയറിയവരാണ് എന്ന് നാം കരുതരുത്. We should never think that we know everything and we have all knowledge. ഒരുപക്ഷേ നമുക്ക് തെറ്റുപറ്റിയേക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. We may go wrong and there is nothing wrong in that. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഒരു വാദപ്രതിവാദം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരിക്കാം, അത് അംഗീകരിക്കാൻ തയ്യാറാകുക. Sometimes it can happen that when we have an argument with our life partner, what I said might have been wrong, then we should admit that. ഒരിക്കൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവസാനം ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു. When there was a problem between husband and wife, finally husband said like this. നമുക്കൊരു തീരുമാനത്തിലെത്താം. Let's come to a conclusion. നീ പറഞ്ഞത് തെറ്റാണെന്ന് നീ സമ്മതിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാനും സമ്മതിക്കാം. You admit that what you said is wrong and I will admit that what I said is right. ഇങ്ങനെയല്ല പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സ്വയം തിരിച്ചറിയണം. We should realize that there is possibility that even what I said also would be wrong.
ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുക എൻ്റെ ഭാര്യ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. As I say these things, I realize that my wife is listening, that I'm happy that my wife is not here. അവസാനമായി barriers to communication. Finally, barriers to communication. ഭാഷാപരമായ തടസ്സങ്ങൾ, linguistic limitations. ഞാൻ ചില ഉദാഹരണങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. I mentioned some examples. മനഃശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ, some psychological interactions. മെന്റൽ മേക്കപ്പ്. അതോ ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കത്തില്ല, അവർ അല്പം പ്രയാസത്തിൽ കൂടെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഞാൻ തിരിച്ചറിയാതെ എൻ്റെ ഒരു സന്തോഷ വാർത്ത എന്ന് പങ്കുവച്ചാൽ അത് ആ നിലയിൽ സ്വീകരിക്കുവാൻ ആ വ്യക്തിക്ക് സാധിച്ചു എന്ന് വരികയില്ല. Not realizing the mental situation of the other person, if we try to communicate, that person may not be able to understand what we are communicating. അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് distraction from surroundings. നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം പറയുന്നത് ശരിയായിട്ട് ആശയവിനിമയം നടന്നു എന്ന് വരികയില്ല. Another point is a distraction that can happen from our surrounding sounds or other situations. പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ മറ്റൊരു പ്രശ്നമാണ്. Another problem is that our lack of understanding to know what actually is communicated. ഒടുവിലായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില മിസ്കൺസെപ്റ്റ്സ്. Finally, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ സോൾവ്, അതെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എല്ലാ കുടുംബ പ്രശ്നങ്ങളും തീരും എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. We should not think that by proper communication all the problems can be resolved. ശരിയായ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. Good communication is a helpful factor to resolve issues. എന്നാൽ ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രശ്നമെല്ലാം തീർന്നു എന്ന് നാം കരുതരുത്. But do not think that effective communication resolved all the problems. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്രിയാത്മകമാണ്, പോസിറ്റീവ് ആണ് എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. We should not take it wrongly that communication will always be positive. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. Sometimes we may be made to discuss negative things too. സുഖകരമല്ലാത്ത കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താൻ വന്നേക്കാം. Sometimes we may come to a conclusion discussing not very suitable or convenient things. മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായിട്ട് അങ്ങ് ഉണ്ടാകുന്ന ഒരു കഴിവാണ് എന്നുള്ളതാണ്. Another misconcept is that we think communication is an automatic or natural ability. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. It is something that we can create and we can grow. അടിസ്ഥാനപരമായ ചില പാഠങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത്. I just wanted to share few basic things. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം വളരെയധികം അതിന്റെ നിലവാരം മെച്ചപ്പെടുത്തുവാൻ മനഃപൂർവമായ ശ്രമം നാം നടത്തിയാൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. We should have a deliberate efforts to improve the communication between husband and wife. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ജീവിത പങ്കാളികൾ പരസ്പരം ആശയങ്ങൾ കൈമാറുവാൻ ക്ലിപ്തമായ ഒരു സമയം കണ്ടെത്തുവാൻ നമുക്കിടയാകണം. In conclusion, let me tell you that in our life, the life partners should find a fixed time to communicate, to share their ideas and their feelings. അതിന് തടസ്സമായി വരുന്ന അനേക കാര്യങ്ങൾ നേരത്തെ നാം ഓർപ്പിച്ച പോലെ സർപ്പങ്ങൾ പലതുമുണ്ട്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല സാമൂഹ്യ ബന്ധങ്ങൾ, സ്നേഹിതന്മാരുമായിട്ടുള്ള സഹവർത്തിത്വം, ഇതൊക്കെ തടസ്സങ്ങളായി തീരാം. അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം നമ്മുടെ ജീവിത പങ്കാളിയാണെന്നുള്ള ബോധ്യത്തോടെ അവരോടൊപ്പം സമയം കണ്ടെത്താൻ മനഃപൂർവ്വമായി നാം സമയം വേർതിരിക്കുകയാണ്. There can be lot of distractions, obstacles in that, and we need to find it out, avoid it, and make sure that we find time to communicate with our life partner. ഈ ചിന്തകൾ കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വളരെ ഗുരുതരമായ ചില പ്രയാസങ്ങൾക്ക് ഇത് കടന്നു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. Those who are listening these thoughts, I think you might have passed through difficult situations in your life. എനിക്കിവിടെ ലഭിച്ച നിരവധി ചോദ്യങ്ങളിൽ നിന്നും എനിക്കത് ബോധ്യമായിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള വസ്തുത. From the questions that we received, I understand that there is no proper communication in many families. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to resolve all such problems. നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രത്യേകിച്ച് ആശയവിനിമയ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ അവൻ പ്രാപ്തനാണ്, അവൻ താല്പര്യമുള്ളവനാണ്. God is able and God is willing to resolve
all the issues that we have with respect to communication in our family life. ഞാനൊരു കൊടിയ കാട്ടിൽ അകപ്പെട്ടു എന്ന് കരുതുക. Just imagine that I am caught up in a dense forest. മരങ്ങളെല്ലാം തട്ടിമുട്ടി നിൽക്കുന്ന ഒരു കാട്. A very dense forest where a lot of trees are there. നട്ടുച്ച നേരത്തു പോലും ഒരു തരി വെട്ടം താഴോട്ട് വീഴാത്ത ഒരു കാട്. Even during noon time there is no single ray of light there. ഞാൻ എങ്ങനെയോ ആ കാട്ടിന്റെ ഉള്ളിൽ പെട്ടുപോയി. Somehow I am lost in that dense forest. രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുകയാണ്. I am trying to escape from there. മണിക്കൂറുകൾ ഞാൻ യാത്ര ചെയ്തിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. Even though I traveled for hours, I could not come out. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഹിംസ്ര ജന്തുക്കളുടെ ഗർജനം കേൾക്കാം. I can hear the voices of ferocious animals all around. പെരുമ്പാമ്പ് ഇഴയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. I can hear the pythons moving. രക്ഷപ്പെടും എന്നുള്ള ആശ എനിക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. I have come to a situation that there is no escape at all. ആ ഘട്ടത്തിൽ ഒരു വ്യക്തി എന്റെ അടുത്തേക്ക് കടന്നു വരുന്നു എന്ന് കരുതുക. Just imagine at that point of time a person approached me. അദ്ദേഹം എന്റെ നേരെ കൈ നീട്ടിയിട്ട് പറയാണ്, മോനെ നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു എന്ന് കരുതുക. Just imagine he stretch out his hands and tell my son just catch hold of my hand. എനിക്ക് ഈ കാട്ടിലെ വഴികളെല്ലാം സുപരിചിതമാണ്. I know all the ways in this dense forest. എന്നെ വളരെ കൃത്യമായിട്ട് ആ ശുഭ മേഖലയിൽ പ്രകാശത്തിന്റെ തുരുത്തിൽ ഞാൻ എത്തിക്കാം എന്ന് അദ്ദേഹം പറയുന്നു എന്ന് കരുതുക. He is just telling me that I'll be able to lead you to that glorious destiny. അങ്ങനെ താൻ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റി താൻ തന്റെ പണി നോക്കടോ, ഞാനൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ജോർജ് കോശി എന്ന് വിളിക്കുകയല്ല, വിവരം കെട്ടവനെ എന്ന് വിളിക്കും. If I just deny or reject that offer and telling him you mind your business, I'm trying myself to come out, if I would respond like that, you will no more call me George Koshy, but you will call me as a fool. ഞാൻ തീർച്ചയായിട്ടും വിവരം കെട്ടവനാണ് അങ്ങനെ ചെയ്താൽ. If I do like that, I'm really a fool. ഞാൻ ചോദിക്കട്ടെ, അടുത്ത ചുവടെടുത്തു വെക്കാനുള്ള പ്രകാശം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ? Let me ask you a question. Do we have the light to put forth the next step in our family life? അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമോ? Do we know what would happen in the next moment? ഇവിടെ വന്ന കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള പല വിഷയത്തെക്കുറിച്ച് പല ടെക്നിക്കുകൾ, സാങ്കേതികമായ പല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് ശരിയാണ്. It's true that we are able to learn a lot of technical aspects of communication. എന്നാൽ നമ്മെ പരാജയപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പോടെ പിശാച് നിൽക്കുകയാണ്, കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. Even the Satan is active, waiting to destroy family bonds. എങ്ങനെ എന്റെ ജീവിതത്തിന്റെ അവസാന നാഴിക വരെ കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ കഴിയും എന്നുള്ളത് അറിഞ്ഞുകൂടാതെ അമ്പരന്ന് നിൽക്കുന്ന അനുഭവത്തിൽ ഒരുപക്ഷെ നാം ആയിട്ടുണ്ടാവാം. Probably we may be perplexed, not knowing how to lead to the end of our life with proper communication. നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. The Lord is near us. മകനെ, മകളെ, നിങ്ങളുടെ കരം എന്റെ കൈകളിലേക്ക് നൽകുക, ഞാൻ നിങ്ങളെ ശുഭ തുറമുഖത്തെത്തിക്കാം, ആ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ തീരത്തെത്തിക്കാം എന്ന് അവൻ പറയുകയാണ്. The Lord is extending his hand and calling us to catch hold of his hand, and he is promising that he will lead us to that glorious shore. ഇന്ന് രാത്രി ഭാര്യാഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിക്കാം. Being husband and wife, let's all together commit our hands to the Lord. അവൻ നമ്മെ ശരിയായ ദിശയിൽ നയിക്കുവാനിടയാകട്ടെ. Let him lead in the right direction. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകൾ അടയ്ക്കാം. Let's close our eyes for prayer. പ്രാർത്ഥിക്കാൻ നാം തുടങ്ങുന്ന അവസരത്തിൽ ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരിക്കുന്നവരാണെങ്കിൽ അവരുടെ കൈകൾ ഒരുമിച്ച് ചേർത്ത് കൂട്ടിപ്പിടിക്കാം. As we are going to pray, if husband and wife are sitting together, I would request you to hold your hands together. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഒരുമിച്ച് ഏകഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണർത്തിക്കാം. Let's bring our need unitedly before the presence of God. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, കുറവുകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. Let's admit the failures, pitfalls that happened in the past days. ഒരുപക്ഷെ വലിയ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയ നാളുകൾ ഉണ്ടാവാം. There will be times that we pass through severe troubles, serious problems. എന്നാൽ എത്രത്തോളം എത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. God has helped us to come thus far. ഇനി എത്ര നാളുകൾ നമ്മുടെ മുൻപിലുണ്ട് ഒരു കുടുംബജീവിതം നയിക്കുവാൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. We don't know how far we will be proceeding as families. ദൈവം അനുവദിക്കുന്ന കാലം ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. As long as God permits us to live in this world, may it be that we fulfill the perfect will of God in our life. മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let's silently pray for a moment.
Let's stand up and pray. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ധന്യ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. മാത്രമല്ല, കുടുംബങ്ങളായിട്ട്, സഭകളായിട്ട്, സമൂഹമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിച്ച് ഞങ്ങൾക്ക് ആശയവിനിമയം നടത്തുവാൻ തന്നിരിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ വിവിധ മേഖലകൾ ഞങ്ങൾ വിശകലനം ചെയ്യുകയായിരുന്നു. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വിവിധ മണ്ഡലങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ, എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ ഞങ്ങൾ കാണുകയുണ്ടായി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി, നല്ല കുടുംബങ്ങളായി, നല്ല വ്യക്തികളായി, നല്ല സഭകളായി ഞങ്ങൾക്ക് ഈ പ്രദേശത്തും വിവിധ സ്ഥലങ്ങളിലും തുടരുവാൻ ആവശ്യമുണ്ട്. അതിനുള്ള നല്ല ആലോചന ഇന്ന് നൽകിയതിനായിട്ട് സ്തോത്രം. അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് അന്വർത്ഥമാക്കുവാൻ സമർപ്പണം ചെയ്ത് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മകന് വചനം കൊടുത്തതിനായിട്ട്, നല്ല ചിന്തകൾ കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ മുറ്റും അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളാൽ ഇത് സാധ്യമല്ല, എന്നാൽ അവിടുത്തെ ബലിഷ്ഠമായ കരങ്ങളിലേക്ക് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ നിന്റെ ശക്തിയുള്ള കരങ്ങൾ ഞങ്ങളെ പിടിക്കുമ്പോൾ ഞങ്ങൾ ശക്തരാകുമല്ലോ. ഞങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങളായി തീരുമല്ലോ. തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെ സഹായിക്കണമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവയെ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.